പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോസിന്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അവഹേളിതരായിട്ടുണ്ടോ? അതും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കാം. വർഗീയമായ അധിക്ഷേപം, ജാതീയമായ അധിക്ഷേപം, ബോഡി ഷെയിം എന്നൊക്കെ പറയുന്ന ശാരീരികമായ അധിക്ഷേപം, കൂടാതെ ഭാഷാപരം, പ്രാദേശികം, രാഷ്ട്രീയം, കുടുംബ പാരമ്പര്യം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുടെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ടവർ ധാരാളമായിരിക്കാം. അത് എന്ത് തന്നെയായാലും അങ്ങനെ അവഹേളിക്കപ്പെട്ടവരുടെ വികാരം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും നിരാശയുടെയും ദുഃഖത്തിന്റെയും ഒക്കെ ആകാനാണ് കൂടുതൽ സാധ്യത. വളരെ അപൂർവമായി ചിലർക്കത് പ്രതികാരത്തിനുള്ള പ്രേരണയായും തീർന്നേക്കാം. ഒരാളുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നൊന്നും സുഖപ്പെട്ടില്ലെന്ന് വരാം. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും. അധിക്ഷേപിക്കപ്പെടുമ്പോൾ, അതും നിരവധി പേരുടെ മുമ്പിൽ വെച്ച് ആകുമ്പോൾ, ഇരകളായ ഏതൊരു വ്യക്തിയും നിരാശരാവുകയും ചിലപ്പോൾ ആ വലിയ അപമാനം താങ്ങാനാവാതെ ഒരുപക്ഷെ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തേക്കാം. നൊമ്പരപ്പെട്ടോ, നിരാശപ്പെട്ടോ, മനസ്സ് കലുഷിതമാക്കപ്പെട്ടോ ഒക്കെയുള്ള ഏതൊരു വ്യക്തിയെയും ആശ്വസിപ്പിക്കുവാൻ ഒരുപക്ഷെ നല്ല സംഗീതങ്ങൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ സംഗീതത്താൽ മനുഷ്യ മനസ്സുകളെ ആശ്വസിപ്പിക്കുന്നവരുടെ മനസ്സ് തന്നെ തകർന്നു പോയാലോ? അതും സംഗീതത്തിന്റെ പേരിൽ തന്നെയായാൽ തീർച്ചയായും അത് ഹൃദയഭേദകമായേക്കും. സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുകയും അത് വളരെ മനോഹരമായി ആലപിക്കുകയും ചെയ്തിരുന്ന ഒരു 2ാം ക്ലാസ്സുകാരി പെൺകുട്ടിയെ ഇതര വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വെച്ച് നിന്റെ സ്വരം ആടുകളുടെ പോലെയാണെന്ന് പറഞ്ഞ് അവഹേളിച്ചുകൊണ്ട് പാടാനുള്ള അവസരം നിഷേധിക്കുകയും ഗായക സംഘത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ഉണ്ടായാൽ എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ? സ്വാഭാവികമായും അവൾക്കത് താങ്ങാവുന്നതിലും വലിയ ആഘാതമായിരിക്കും. മാത്രവുമല്ല, അവൾക്ക് വളരെ ഹൈപ്പർ ആക്റ്റീവ് സ്വഭാവം കൂടിയായാൽ തീർച്ചയായും കാര്യങ്ങൾ വളരെ സങ്കീർണമായേക്കും. സ്വരം നല്ലതല്ലെന്ന് പറഞ്ഞ് ഗായിക സംഘത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ഹൈപ്പർ ആക്റ്റീവ് സ്വഭാവമാണെന്നതിന്റെ പേരിൽ പലപ്പോഴും ക്ലാസ്സിന് പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് തന്റെ കഠിന അധ്വാനത്തിലൂടെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സംഗീത ലോകത്തിന്റെ നെറുകയിൽ ചെന്നെത്തി നിൽക്കുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഗായികയായും പ്രതികാരം ചെയ്ത ഷക്കീറ ഇസബേൽ മെബാറക് റിപ്പോൾ എന്ന പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും അറിയണം. അവൾ അനുഭവിച്ച അവഹേളനവും അതിന് പ്രതികാരം എന്നോണം കുഞ്ഞുനാളിൽ തന്നെ അതിഗംഭീരമായി നടത്തിയ അതിജീവനത്തിലൂടെയും പോരാട്ടങ്ങളുടെയും അവൾ നേടിയെടുത്ത ഒരു വലിയ വിജയയാത്രയുടെ കഥയും നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും തീർച്ചയായും അറിഞ്ഞിരിക്കണം. വളരെ പ്രത്യേകമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആകസ്മികമായ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഷക്കീറയെക്കുറിച്ച് അറിയാനിടവന്ന അവളെപ്പോലെ ഏത് അവഹേളനങ്ങളെയും അതിജീവിക്കാൻ മക്കൾ തൻ്റെ ഇടം കാണിക്കാനും അതിന് അവരെ പ്രാപ്തരാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നതിനും ഇടവന്നേക്കും. വില്യം മെബാറക് ചാഡിന്റെയും നിധിയ റിപ്പോൾ ടൊറോഡോയുടെയും ഏക മകളായ ഷക്കീറ 1977 ഫെബ്രുവരി 2-ാം തീയതി കൊളംബിയയിലെ ബാരൻക്വില്ലയിൽ ജനിച്ചു. വില്യം മെബാറക് ഒരു ജ്വല്ലറി ഉടമയായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം സാമാന്യം നല്ല സ്ഥിതിയിലാണ് ജീവിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ബിസിനസ് തകർന്നപ്പോൾ ജീവിതമാകെ തകിടം മറിഞ്ഞു. ജീവിതത്തിലെ ലളിതമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അവയെ അംഗീകരിക്കാനും വേണ്ടി കൊച്ചു ഷക്കീറയെ അവളുടെ അച്ഛൻ ഒരു പ്രാദേശിക പാർക്കിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അവിടെ താമസിക്കുന്ന അനാഥ കുട്ടികളെ കാണാനും അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ട് മനസ്സിലാക്കാനും. അവരുടെ ഓർമ്മകൾ അവളിൽ മായാതെ നിന്നു. അവൾ സ്വയം പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഒരു പ്രശസ്ത കലാകാരിയാകുമ്പോൾ ഈ കുട്ടികളെ സഹായിക്കുമെന്ന്. തന്റെ പാട്ടിലുള്ള ആത്മവിശ്വാസം വീണ്ടെടുത്ത് അവൾ ഗാനങ്ങൾ എഴുതുകയും അവയ്ക്ക് സ്വയം ഈണം നൽകി പാടുകയും ഡാൻസ് കളിക്കുകയും അതോടൊപ്പം പല സംഗീത ഉപകരണങ്ങൾ പഠിക്കുകയും ചെയ്തു. 10 വയസ്സുള്ളപ്പോൾ ഒരു പ്രാദേശിക TV സ്റ്റേഷൻ പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനത്തിനുള്ള ട്രോഫി നേടുകയും ചെയ്തു. 10നും 13നും വയസ്സിനിടയിൽ ഷക്കീറ ബാരൻക്വില്ലയ്ക്ക് ചുറ്റുമുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും പാട്ടിനും നൃത്തത്തിനും പല അംഗീകാരങ്ങൾ നേടുകയും ചെയ്തു. അത്തരമൊരു പരിപാടിയിൽ വെച്ച് പ്രാദേശിക നാടക നിർമ്മാതാവ് മോണിക്ക അരിസയെ കണ്ടുമുട്ടുകയും അവളുടെ പാട്ടിൽ അവർക്ക് മതിപ്പുണ്ടാവുകയും ചെയ്യാനിടവന്നു. ആ കൂടിക്കാഴ്ചയാണ് അവളുടെ ജീവിതത്തിന്റെയും ലാറ്റിൻ അമേരിക്കൻ സംഗീതത്തിന്റെയും ഭാവി തന്നെ മാറ്റിമറിച്ചത്. ബാരൻക്വില്ലയിൽ നിന്ന് ഒരു വിമാനയാത്രയ്ക്കിടെ അരിസ സോണി മ്യൂസിക് കൊളംബിയ എക്സിക്യൂട്ടീവ് സൈറോ വർഗാസിനെ കണ്ടുമുട്ടുകയും ഷക്കീറയ്ക്ക് വേണ്ടി ഒരു ഓഡിഷൻ നടത്തി അവളുടെ കഴിവിനെ കുറിച്ച് അറിയാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. വർഗാസിന് ഷക്കീറയുടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും അവരുടെ പരിപാടിയുടെ സംവിധായകന് ഇഷ്ടപ്പെടാതെ വന്നു. തന്മൂലം സോണി മ്യൂസിക്കിൽ പാടാമെന്ന് അവളുടെ സ്വപ്നം ഒരിക്കലും നടക്കില്ല എന്ന് അവൾ കരുതി. ഷക്കീറയ്ക്ക് കഴിവുണ്ടെന്ന് അപ്പോഴും ബോധ്യമുണ്ടായിരുന്ന വർഗാസ്
ബൊഗോട്ടയിൽ വീണ്ടും ഒരു ഓഡീഷൻ സംഘടിപ്പിച്ചു. ഷക്കീറയുടെ പ്രകടനം സോണി മ്യൂസിക് എക്സിക്യൂട്ടീവുകളെ അത്ഭുതപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്ന വർക്കേഴ്സ് അവർക്ക് കൂടി സന്നിഹിതരാകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അവൾ 3 ഗാനങ്ങൾ ആലപിക്കുകയും എക്സിക്യൂട്ടീവുകളെ ഇംപ്രസ് ചെയ്യുകയും ചെയ്തു. അത് അവളുടെ മാത്രമല്ല, സംഗീത ലോകത്തിന്റെ തന്നെ തലവര മാറ്റിമറിച്ചു എന്ന് പറയാം. 1990-ൽ അവൾക്ക് 13 വയസ്സ് മാത്രമുള്ളപ്പോൾ കൊളംബിയ സോണി മ്യൂസിക് എന്റർടൈൻമെന്റുമായി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുകയും തുടർന്ന് അവർക്ക് വേണ്ടി പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അവളുടെ ആദ്യ 2 ആൽബങ്ങളും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും വാണിജ്യപരമായി അവ പരാജയമായിരുന്നു. പക്ഷെ പിന്നീട് നടന്നതെല്ലാം സമാനതകളില്ലാത്ത അവളുടെ വളർച്ചയും ലാറ്റിൻ അമേരിക്കൻ സംഗീത ലോകത്തിന്റെ വിസ്മയകരമായ ചരിത്രവുമായിരുന്നു. അവൾക്ക് ലഭിച്ച എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും പറയാൻ സാധ്യമല്ല, അത്രമാത്രമായിരുന്നു. എങ്കിലും വളരെ കുറച്ച് മാത്രം ഞാൻ പറയാം. ഏറ്റവും വിജയകരമായ ലാറ്റിൻ വനിതാ സോളോ ആർട്ടിസ്റ്റ്, ഏറ്റവും കൂടുതൽ ആൽബങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന വനിതാ ലാറ്റിൻ കലാകാരി, ഒരു വനിതാ ലാറ്റിൻ കലാകാരിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന റീമിക്സ് ആൽബം, 2000-ൽ US-ൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ലാറ്റിൻ പോപ്പ് ആൽബം, യൂട്യൂബിൽ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സൂപ്പർ ബൗൾ ഹാഫ് ടൈം ഷോ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ചാർട്ടുകളിൽ 1-ാം സ്ഥാനത്തുള്ള ലാറ്റിൻ ഗാനം, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മെറൻകു ഗാനം, എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ലോകകപ്പ് ഗാനം, MTV-ൽ സ്പാനിഷിൽ ഗാനം ആലപിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻകാരി, 4 പതിറ്റാണ്ടിനുള്ളിൽ 100 ദശലക്ഷത്തിലധികം സ്ട്രീമുകൾ നേടിയ ഒരേയൊരു ലാറ്റിൻ കലാകാരി, മിക്ക രാജ്യങ്ങളിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ലാറ്റിൻ കലാകാരി, ബിൽബോർഡ് 200X'ൽ ഒരു സ്പാനിഷ് ഭാഷാ ആൽബത്തിന് ഏറ്റവും ഉയർന്ന അരങ്ങേറ്റ സ്ഥാനം, യൂറോപ്യൻ ടോപ്പ് 100 ആൽബങ്ങളിൽ 1-ാം സ്ഥാനം, എക്കാലത്തെയും ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്ത വനിതാ ലാറ്റിൻ ആൽബം, ഗ്രാമി ആൽബം നേടിയ ആദ്യത്തെ ലാറ്റിൻ കലാകാരി, US ബിൽബോർഡ് ഹോട്ട് 100, ഓസ്ട്രേലിയൻ ARIA ചാർട്ട്, UK സിംഗിൾസ് ചാർട്ട് എന്നിവയിൽ 1-ാം സ്ഥാനത്തെത്തിയ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഏക കലാകാരി, IFPIയുടെ ആദ്യ 10-ൽ ഇടം നേടിയ ആദ്യ ലാറ്റിൻ വനിതാ കലാകാരി, ഏറ്റവും കൂടുതൽ ഡൗൺലോഡുകൾ നേടിയ ലാറ്റിൻ കലാകാരി, ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത ലാറ്റിൻ കലാകാരി, സ്പോട്ടിഫൈയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഗാനം ആലപിച്ച ആദ്യ ഗാനം, എക്കാലത്തെയും ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ലാറ്റിൻ ആൽബം, ഫേസ്ബുക്കിൽ 100 ദശലക്ഷം ലൈക്കുകൾ നേടിയ ആദ്യ വ്യക്തി, ഏറ്റവും കൂടുതൽ ലാറ്റിൻ ഗ്രാമി അവാർഡുകൾ നേടിയ വനിതാ ലാറ്റിൻ കലാകാരി, ഒരു വനിതാ ലാറ്റിൻ കലാകാരിയുടെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ സംഗീത കച്ചേരി, ടൂർ USA, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ അവാർഡുകൾ, USA-ൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ലാറ്റിൻ വനിതാ കലാകാരി, ഏറ്റവും കൂടുതൽ ഗോൾഡ്, പ്ലാറ്റിനം, മൾട്ടി പ്ലാറ്റിനം ആൽബം സർട്ടിഫിക്കേഷനുകൾ നേടിയ ലാറ്റിൻ വനിതാ കലാകാരി, USA-ൽ പൂർണ്ണമായും സ്പാനിഷ് പ്രക്ഷേപണത്തിൽ അവതരണം നടത്തിയ ആദ്യ ലാറ്റിൻ വനിതാ കലാകാരി, ബിൽബോർഡ് ഹോട്ട് 100-ന്റെ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ ദക്ഷിണ അമേരിക്കൻ കലാകാരി, ബിൽബോർഡിന്റെ ഹോട്ട് ലാറ്റിൻ ഗാനങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഗാനം, USA-ൽ ഏറ്റവും കൂടുതൽ പണം സ്വരൂപിച്ച ലാറ്റിൻ വനിതാ കലാകാരി. കൂടാതെ 2024-ലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനലിന് മുന്നോടിയായി അവൾ നടത്തിയ പരിപാടി ലൈവ് കണ്ടത് 20 മില്യൺ ആളുകളായിരുന്നു. അവളുടെ സോഷ്യൽ മീഡിയയ്ക്ക് 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 3.38 മിനിറ്റ് ദൈർഘ്യമുള്ള ഹിപ്സ് ഡോണ്ട് ലൈ എന്ന ഗാനം ഇതുവരെ കണ്ടിരിക്കുന്നത് 162 കോടി ആളുകളാണ്. ഇങ്ങനെ ഒരുപാട് അംഗീകാരങ്ങളും വിജയങ്ങളും. തന്നെ അവഹേളിച്ചവരോടും ഒഴിവാക്കിയവരോടും ഇതിൽ കൂടുതൽ എന്ത് പ്രതികാരം ചെയ്യണം? നമ്മൾ പരാജയപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. തോറ്റുകൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ പോരാടാനും വിജയിക്കാനും നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.